ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ 125ഓളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഭോജ്പുരി നടൻ പവൻ സിംഗ് ബംഗാളിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ് സൂചന. ശത്രുഘ്നൻ സിൻഹയ്ക്കെതിരെ അസൻസോളിലാകും മത്സരിക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പട്ടിക എപ്പോൾ പുറത്തിറങ്ങും? ഉന്മേഷ്, നാളെ മാത്രമായിരിക്കും പട്ടിക പുറത്തിറങ്ങുക എന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനുള്ള യോഗം ബി.ജെ.പി ദേശീയ ആസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. യോഗത്തിനായി പ്രധാനമായും എല്ലാ നേതാക്കളും തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ യോഗത്തിന് മുമ്പായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജെ.പി നദ്ദ അടക്കമുള്ളവർ ഏതാണ്ട് 5 മണിക്കൂറോളം സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, അമിത്ഷാ അടക്കമുള്ള പ്രധാന നേതാക്കളുടെ പേരുകൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. ഇതിനോടൊപ്പം തന്നെ ചില അപ്രതീക്ഷിത പേരുകളും ആദ്യഘട്ടത്തിൽ തന്നെ ബി.ജെ.പി പുറത്തിറക്കും എന്നാണ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഇതോടൊപ്പം തന്നെ ഈ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളിൽ സിനിമാ താരങ്ങൾ കൂടാതെ ക്രിക്കറ്റ് മേഖലയിൽ നിന്നുള്ളവർ അടക്കമുള്ളവർ ഉണ്ടാകുമെന്നാണ് സൂചന. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ നഷ്ടപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. കൂടാതെ ബി.ജെ.പി വിജയം ഉന്നം വെക്കുന്ന ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിലെ A+ വിഭാഗത്തിൽ വിടുന്നത് അടക്കമുള്ള 8 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. സമാനമായി തന്നെ പശ്ചിമ ബംഗാളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശത്രുഘ്നൻ സിൻഹ അസൻസോളിൽ മത്സരിക്കുമെന്ന വ്യക്തമായ പശ്ചാത്തലത്തിൽ ഭോജ്പുരി നടൻ പവൻ സിംഗിനെ എതിരെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.